ഇന്ന് ലോക ടെലിവിഷൻ ദിനമാണ്. മൊബൈൽ ഫോണിൻ്റെ കുഞ്ഞ് സ്ക്രീനിലേക്ക് നമ്മുടെ കാഴ്ചകൾ ചുരുങ്ങിയെങ്കിലും ഇന്നും പഴയ പ്രതാപത്തോടെ ടെലിവിഷനുകൾ നിലനിൽക്കുകയാണ്. സാങ്കേതികവിദ്യ മാറുന്നതിനനുസരിച്ച് പുതുമോടിയണിഞ്ഞ് നമ്മുടെ സ്വീകരണ മുറികളിൽ ആസ്വാദനത്തിൻ്റെ നിത്യവസന്തം തീർക്കുകയാണ് ടെലിവിഷൻ. സാങ്കേതികവിദ്യയുടെ പുരോഗതിയിൽ ദൃശ്യങ്ങളുടെ ആസ്വാദന രീതി മാറി. മൊബൈൽ ഫോണിൻ്റെ കുഞ്ഞൻ സ്ക്രീനിലേക്ക് നമ്മുടെ കണ്ണുകൾ പറിച്ചു നട്ടു. എന്നാൽ ടെലിവിഷൻ്റെ തലയെടുപ്പിന് ഒട്ടും കോട്ടം വന്നിട്ടില്ല. ചൂട് ചായയും കുടിച്ച് സ്വീകരണമുറിയിലിരുന്ന് റിമോട്ടിൽ ഇഷ്ട ചാനലുകൾ മാറ്റി വലിയ സ്ക്രീനിലേക്ക് നോക്കി റിലാക്സ് ചെയ്യുന്ന ആ ഫീൽ ഒരു സ്മാർട്ട് ഫോണിനും നൽകാനാകില്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ വാർത്താ മാധ്യമമാണ് ടെലിവിഷൻ. വാർത്താവിനിമയ രംഗത്തും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലും ടെലിവിഷൻ വഹിക്കുന്ന പങ്ക് ഓർമ്മപ്പെടുത്താനാണ് നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കുന്നത്. 1996 ഡിസംബർ 17 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രമേയത്തിലൂടെയാണ് നവംബർ 21 ലോക ടെലിവിഷൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. UN ആദ്യമായി ടെലിവിഷൻ ഫോറം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. ഫിലോ ഫാൻസുർത്താണ് ടെലിവിഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. സാങ്കേതികവിദ്യകൾ കാലത്തിനനുസരിച്ച് മാറിയെങ്കിലും അതിൻ്റെ എല്ലാം അമരത്ത് ഇന്നും ടെലിവിഷനുണ്ട്. 1982 ഏഷ്യൻ ഗെയിംസിലാണ് കളർ സംപ്രേഷണം പിറവിയെടുത്തത്. സാറ്റലൈറ്റ് സംപ്രേഷണം 90കളിൽ ആരംഭിച്ചു. ഒടുവിൽ ഇന്ന് OTTയും നവമാധ്യമങ്ങളും കളം പിടിച്ചു. വിഡ്ഢിപ്പെട്ടി എന്ന വിളിപ്പേരിൽ നിന്നും നമ്മുടെ സ്വീകരണമുറികളിൽ ഇന്നും ആഡംബരത്തിൻ്റെ അടയാളം തീർക്കുന്ന ടെലിവിഷനുകൾ തലയെടുപ്പോടെ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം.